നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശമുള്ളൊരു വർഷമാണ്. വേൾഡ് കപ്പ് ഇയറാണ്. ഇനി ആകെ 5-6 മാസമേ ഉള്ളൂ വേൾഡ് കപ്പിന്. ഇപ്പോൾ ഇതാ സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ദി ലാഫ്യൂൻ്റെ അർജന്റീൻ ഇതിഹാസ താരം ലയണൽ മെസ്സിയോടൊരു കാര്യം പറയുന്നു. അദ്ദേഹത്തോടൊരു അഭ്യർത്ഥന, ഒരു ഉപദേശം എന്നൊക്കെ പറയാം. യെസ്, വിരമിക്കരുത്, നിങ്ങൾ വേൾഡ് കപ്പ് കളിക്കണം. ഇങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം. ലയണൽ മെസ്സി അടുത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞു, വേൾഡ് കപ്പ് ഞാൻ കളിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോഴത്തെ എൻ്റെ ശാരീരിക സ്ഥിതിയും മാനസിക സ്ഥിതിയും ഒക്കെ അനുസരിച്ച് അപ്പോഴാണ് തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരു ഉറപ്പങ്ങ് മെസ്സി പറയുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ലൂയിസ് ഡി ലാഫ്യൂൻ്റെ പറയുന്നത്, നിർബന്ധമായിട്ടും മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കണം, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അതാണ്. AS അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ASുമായിട്ടുള്ള സംസാരത്തിലാണ് ഇത് പറയുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് goal.com അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം പറയുന്നുമുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത്, മെസ്സി തീർച്ചയായിട്ടും ഒരിക്കലും റിട്ടയർ ചെയ്യാൻ പാടില്ലാത്തൊരു കളിക്കാരനാണ്. അടുത്ത വേൾഡ് കപ്പ് എന്നല്ല പറയുന്നത്, മെസ്സി ഈസ് വൺ ഓഫ് ദോസ് പ്ലേയേഴ്സ് ഹൂ ഷുഡ് നെവർ റിട്ടയർ. ഒരിക്കലും റിട്ടയർ ചെയ്യാൻ പാടില്ലാത്ത കളിക്കാരനാണ് മെസ്സി. ജസ്റ്റ് ലൈക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ, CR7 പോലെ തന്നെ. അവർ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. മെസ്സിയോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഫൈനലിസിമയിലെ ഫോം എന്തായാലും, വേൾഡ് കപ്പിലെ ഫോം എന്തായാലും അദ്ദേഹം കളി തുടരണം. കാരണം കളിക്കളത്തിൽ ഒരു സിംഗിൾ മൂവ്മെൻ്റ് കൊണ്ട്, ഒരു സിംഗിൾ ഡീറ്റെയിൽ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള താരങ്ങളിൽ ഒരാളാണ് മെസ്സി. അതുകൊണ്ട് തന്നെ എല്ലാ റെസ്പെക്റ്റോടു കൂടിയും എല്ലാ അഡ്മിറേഷൻ, അദ്ദേഹത്തിൻ്റെ കരിയറിനോടുള്ള എല്ലാ അഡ്മിറേഷനും വെച്ച് ഞാൻ പറയട്ടെ, അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെക്കാളൊക്കെ മുന്നിലാണ്. അദ്ദേഹം കളി തുടരുക തന്നെ വേണം എന്നാണ് ഇപ്പോൾ ലൂയിസ് ഡി ലാഫ്യൂൻ്റെ പറയുന്നത്. ഒരു എതിർ ടീമിൻ്റെ കോച്ചാണിത് പറയുന്നത്. മെസ്സി കളി നിർത്തട്ടെ. അങ്ങനെ നിർത്തിയാൽ ആർക്കാ ഗുണം? സ്പെയിനിനെ പോലുള്ള എതിരാളികൾക്കാണ്. ഫൈനലിസിമ വരുന്നത് മാർച്ച് 27-നാണ്. അത് കഴിഞ്ഞൊരു പക്ഷേ വേൾഡ് കപ്പിലുള്ള ആ കപ്പിലേക്കുള്ള പ്രയാണത്തിലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും പറയുന്നു, ലിയോ, നിങ്ങൾ വിരമിക്കരുത്. നിങ്ങൾ ഫൈനലിസിമയിലെ ഫോം ഇനിയിപ്പോൾ മോശമാവട്ടെ അല്ലെങ്കിൽ നന്നാവട്ടെ, വേൾഡ് കപ്പിലെ ഫോം മോശമാവട്ടെ അല്ലെങ്കിൽ നന്നാവട്ടെ, നിങ്ങൾ തുടരൂ. കാരണം ഒറ്റ സിംഗിൾ മൂവ്മെൻ്റ് കൊണ്ട് കളിക്കളത്തിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള അപൂർവ താരങ്ങളിൽ ഒരാളല്ലേ നിങ്ങൾ. സോ നിങ്ങൾ ഒരിക്കലും വിരമിക്കരുത്, കളി തുടരണം എന്നാണ് ലൂയിസ് ഡി ലാഫ്യൂൻ്റെ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം CR7 കുറിച്ചും പറയുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് അദ്ദേഹം മെസ്സിയെക്കുറിച്ച് പറയുമ്പോൾ കൂട്ടി പറയുന്നത്. അതായത് ദേ ആർ ഫാൻറ്റാസ്റ്റിക്, രണ്ടുപേരും കളി തുടരണം എന്ന ആഗ്രഹം ലൂയിസ് ഡി ലാഫ്യൂൻ്റെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.